പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കളും ദൈവസന്നിധിയിൽ ആയിരിക്കുന്നല്ലോ. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഈ നാളിൽ അധികമായി കഴിയുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ, സ്തോത്രം, ഹല്ലേലൂയ. ഒരു ഭക്തൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പ്രേയർ ഈസ് നത്തിങ് എൽസ് ദാൻ എ സെൻസ് ഓഫ് ഗോഡ്സ് പ്രസൻസ്. അല്ലേ? ശരിയല്ലേ? പ്രാർത്ഥനയിൽ നാം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക. നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. നാം ആ സാന്നിധ്യം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അവൻ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഒരു ദൈവ പൈതൽ ദൈവ സാന്നിധ്യത്തിൽ സന്തോഷിക്കുന്നത് പിശാചിനെ വേവലാതിപ്പെടുത്താറുണ്ട്. നിരാശകൾ ജീവിതത്തിൽ എല്ലാവർക്കും വരും. ഭക്തന്മാരുടെ ജീവിതത്തിലും വരും. നമുക്ക് ഏലിയാവിനെ അറിയാമല്ലോ. ചൂരച്ചെടിയുടെ തണലിൻ കീഴിൽ പോയി കിടന്നുകൊണ്ട് മതി യഹോവേ എന്ന് നിലവിളിച്ചത്. ഹല്ലേലൂയ. അതൊഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ക്രിസ്തീയ ജീവിതത്തിൽ. പക്ഷേ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ആ സമയം ധൈര്യം കെട്ടുപോകാൻ അനുവദിക്കരുത്. ദൈവം ഒരിക്കലും നമ്മുടെ ധൈര്യത്തെ കെടുത്തി കളയത്തില്ല. ദൈവം എപ്പോഴും തൻ്റെ സാന്നിധ്യം എനിക്കും നിനക്കും തന്ന് അവൻ പറയുന്നത് എന്താണെന്നറിയാമോ? കുഞ്ഞേ, നീ എന്നിൽ ആശ്രയിക്ക്, നീ എൻ്റെ വചനത്തിൽ ആശ്രയിക്ക്, നീ അല്പസമയം എൻ്റെ സാന്നിധ്യത്തിലേക്ക് വാ. തോന്നുന്നുണ്ടോ? അപ്പോൾ ഓർക്കണം, നിരാശ, അധൈര്യം, കയ്പ് ഇതെല്ലാം ദുഷ്ടനായ പിശാചിൻ്റെ അറ്റാക്സാണ്. അപ്പോൾ ദൈവപൈതലേ, അവനിൽ നിന്ന് രക്ഷപ്പെടുവാൻ നീ ഓടി അവൻ്റെ സാന്നിധ്യത്തിൽ അണഞ്ഞോണം. ഇന്ന് അല്പനേരത്തെ ധ്യാനചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം 139:7, സാം 139:7. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? സ്തോത്രം. ഈ വാക്യം ക്വസ്റ്റ്യൻ മാർക്സ് ഉള്ള വാക്യമാണ്, അല്ലേ? പ്രിയ ദൈവമക്കളെ, ഉത്തരം നമുക്ക് തന്നെ അറിയാം. എന്താ ഉത്തരം? ദൈവസാന്നിധ്യം വിട്ട് നമുക്ക് പോകുവാൻ ഒരിടവും ഇല്ല. ദൈവസാന്നിധ്യം അന്വേഷിച്ചുകൊണ്ടുള്ള നമ്മുടെ ഈ ജീവിതയാത്രയിലെ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് പ്രാർത്ഥനയാണ്. എന്നാൽ ഇന്ന് ഞാൻ വേറൊരു കാര്യം കൂടി പറയട്ടെ. ദൈവസാന്നിധ്യത്തിൽ വന്ന് അവനുമായുള്ള റിലേഷൻഷിപ്പ് ആഴത്തിലേക്കാകാൻ തക്കവണ്ണം നാം ഇതിൽ കൂടെ, അതായത് പ്രാർത്ഥനയിൽ കൂടെ മാത്രമല്ല, ഫാസ്റ്റിങ്ങും കൂടെ വേണം. ഹല്ലേലൂയ. ഭക്ഷണം കഴിക്കാതിരിക്കുക എന്ന ചിന്ത ഇന്ന് പലരിലും വളരെ അൺകംഫർട്ടബിൾ അവരെ ആക്കുന്നൊരു ചിന്തയാണ്. ഹല്ലേലൂയ. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ. കുറച്ചു സമയത്തേക്ക്, അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ, ചില പ്രത്യേക സമയങ്ങളിൽ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നത് മാത്രമല്ല ഫാസ്റ്റിംഗ്. നമ്മുടെ ഒക്കെ ജീവിതങ്ങളുടെ, നമ്മുടെ കുടുംബത്തിൻ്റെ ഒക്കെ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, നമ്മുടെ ജഡത്തിൻ്റെ ചില ഇച്ഛകൾ മാറ്റിവെച്ച് നാം നമ്മുടെ ആത്മാവിനെ ഫീഡ് ചെയ്യണം. ഞാൻ പറയട്ടെ, ദൈവവചനത്താലും ആരാധനയാലും എല്ലാം നമ്മുടെ അകത്തെ മനുഷ്യൻ ആ സമയങ്ങളിൽ ബലപ്പെട്ടേ പറ്റൂ. പ്രൈസ് ഗോഡ്. അപ്പോസ്തല പ്രവൃത്തിയിൽ നാം നോക്കുമ്പോൾ അനേക സ്ഥലങ്ങളിൽ പ്രാർത്ഥനയും ഉപവാസവും ഒരുമിച്ച് ദൈവജനം എടുക്കുന്നത് നാം കാണുന്നുണ്ട്, ഉടനീളം കാണുന്നുണ്ട്. കർത്താവും നമ്മോട് ഫാസ്റ്റിങ്ങിനെ പറ്റിയും, അതായത് ഉപവാസത്തെ പറ്റിയും പ്രാർത്ഥനയെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, യോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, ഞങ്ങളും പരീക്ഷന്മാരൊക്കെ ഉപവസിക്കുന്നുണ്ട്, നിൻ്റെ ശിഷ്യന്മാരെന്താ ഉപവസിക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ യേശു അവരോടൊരു കാര്യം പറഞ്ഞു, മണവാളം കൂടെ ഉള്ളപ്പോൾ തോഴ്മക്കാർക്ക് ദുഃഖിപ്പാൻ കഴിയത്തില്ല. മണവാളം പിരിഞ്ഞു പോകുന്ന നാൾ വരും, അന്ന് അവർ ഉപവസിക്കുമെന്ന് പറയുന്നു. എന്നിട്ട് ഈ 16-17 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കോടി തുണിക്കണ്ടം ആരും പഴയ വസ്ത്രത്തിൽ ചേർത്ത് തുന്നുമാറില്ല. തുന്നിച്ചേർത്താൽ അതുകൊണ്ട് വസ്ത്രം കീറും, ചീന്തലേറ്റവും അല്ലാതെയായിത്തീരും. പുതുവീഞ്ഞ പഴയ തുരുത്തിയിൽ പകരുമാറില്ല, പകർന്നാൽ തുരുത്തി പൊളിഞ്ഞ് വീഞ്ഞ് ഒഴുകിപ്പോകും, തുരുത്തിയും നശിച്ചു പോകും. പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിലേ പകർന്നു വെക്കുകയുള്ളൂ, അങ്ങനെ രണ്ടും ഭദ്രമായിരിക്കും. ഇവിടെ പുതിയ വീഞ്ഞ്,
അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, പുതിയ നിയമത്തിൽ വീഞ്ഞ് പുതിയ റെവലേഷനെയാണ് കാണിക്കുന്നത്, പുതിയ വെളിപ്പാടിനെ. അപ്പോൾ യേശു കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് പുതിയ റെവലേഷൻ ലഭിക്കാനായി ആഴത്തിലേക്ക് ഇറങ്ങി യേശു കർത്താവിനെ അനുഭവിപ്പാൻ, ഒരിക്കലും അനുഭവിക്കാത്ത വിധത്തിൽ അവൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ എല്ലാം ഫാസ്റ്റിംഗ് നമ്മെ സഹായിക്കും. എത്ര നാൾ ഉപവസിക്കണം, എത്ര സമയം ഉപവസിക്കണം, ഇതൊക്കെ വാലിഡ് ചോദ്യങ്ങളാണ്. പക്ഷെ ഇതിൻ്റെ ഉത്തരം പരിശുദ്ധാത്മാവ് വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നു. കാരണം പരിശുദ്ധാത്മാവിനറിയാം നമുക്ക് എന്താണ് ആവശ്യമെന്നും ഈ ഫാസ്റ്റിങ്ങിൽ കൂടി സ്വർഗം നാം എന്താണ് അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതുമല്ല. സ്തോത്രം. ജഡത്തിൻ്റെ ഇച്ഛയ്ക്ക് നാം പ്രയോറിറ്റി കൊടുക്കാതെ നാം പ്രാർത്ഥനയോടെ ആരാധനയോടെ ഫാസ്റ്റ് ചെയ്ത് ദൈവ സാന്നിധ്യം കൂടുതൽ അനുഭവിക്കാൻ ഈ നാളിലിടയാകട്ടെ. അങ്ങനെ നമുക്കൊരു ലൈഫ് സ്റ്റൈൽ, അതായത് ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവ സാന്നിധ്യം അനുഭവിച്ച് പോകുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷണൽ ഇൻഫ്ലുവൻസ് നമ്മിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തോട് ചേർന്നിരിക്കുന്നത് വളരെ സന്തോഷമാണ്. ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ എൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ ആയിരുന്നു കുറച്ച് നാൾ ജീവിച്ചിരുന്നത്. പ്രൈസ് ലോർഡ്. എൻ്റെ അമ്മയൊക്കെ ഉണ്ട്, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പോൾ ആ ചെറിയ പ്രായത്തിൽ പഠിച്ചൊരു പാട്ടാണ്, യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ. പക്ഷെ ഇന്നൊക്കെ ഈ പാട്ട് നമ്മൾ അധികം പാടി കേൾക്കാറില്ല. ഈ പാട്ട് എഴുതിയത് കടമനിട്ട ബേബിച്ചെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ആ അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചറിഞ്ഞത് നിങ്ങളോട് ഷെയർ ചെയ്യാം. പരീക്ഷാകാലമായാൽ വേദപുസ്തക പാരായണവും പ്രാർത്ഥനയും സഭായോഗവും ഉപേക്ഷിച്ച് പുസ്തകത്തിൻ്റെ മുമ്പിലിരിക്കാൻ പ്രിയപ്പെടുന്നവരാണ് ഇന്നത്തെ വിദ്യാർത്ഥി ലോകം. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പ്രവർത്തിച്ച് വിജയികളുടെ പട്ടികയിൽ സ്ഥാനം പിടിച്ച പ്രതിഭയാണ് സഹോദരൻ കടമനിട്ട ബേബിച്ചൻ. പരീക്ഷയാണെന്ന് കരുതി ആത്മീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷയായി കണ്ടില്ലെന്ന് മാത്രമല്ല, പ്രാർത്ഥനയോടെ പരീക്ഷാ സ്ഥലത്തേക്ക് പോകും വഴി ദൈവീയ ചിന്തകളാൽ നിറയപ്പെട്ട് ഒരു ഗാനം രചിക്കാനും ആ ഗാനം വിശ്വാസികളുടെ പ്രിയ ഗാനമായി ഉയർത്തപ്പെടുവാനുള്ള പദവി കൈവന്ന ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അദ്ദേഹമാണ് കുമ്പനാട് പൂഴിക്കാല കുടുംബാംഗമായ സഹോദരൻ ബേബിച്ചൻ. കഥ എങ്ങനെയാണെന്ന് ഞാൻ പറയട്ടെ. തിരുവനന്തപുരത്ത് PWDയിൽ ഓഫീസ് ജോലിയിലിരിക്കെ ഉദ്യോഗ സംബന്ധമായ ചില വിഷയങ്ങൾ പ്രൈവറ്റായി പഠിക്കാനും ബേബിച്ചൻ ഉത്സാഹിച്ചു. തിരക്ക് പിടിച്ച ആത്മീയ പ്രവർത്തനങ്ങൾക്കായി തിരുവനന്തപുരത്തു നിന്നും താമസ സ്ഥലമായ കടമനിട്ടയിലേക്ക് കൂടെ വന്നു പോകുകയും ആ വിധത്തിൽ ഒട്ടും വീഴ്ച വരുത്താതെ പ്രവർത്തനത്തിൽ ആത്മാർത്ഥത കാണിക്കുകയും ചെയ്തു. യാത്രയും പ്രവർത്തനവും ഒക്കെയായി സമയം മുമ്പോട്ട് പോയപ്പോൾ പരീക്ഷാ ദിനവും സമാഗതമായി. വേണ്ട പോലെ പഠിച്ചൊരുങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രാർത്ഥനയോടെ ആവോളം ഉത്സാഹിച്ചു. പരീക്ഷയ്ക്ക് പോകും മുമ്പേ തിരുവനന്തപുരത്തുള്ള പാസ്റ്ററുടെ വീട്ടിലെത്തി കാര്യങ്ങൾ പറഞ്ഞു. തമിഴ്നാട്ടിലെ പാളയംകോട്ടിലാണ് എൻ്റെ പരീക്ഷാ സെൻറ്റർ. പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം. സുവിശേഷ പ്രചരണ കാര്യങ്ങളിൽ സമയമധികമായി ചെലവഴിച്ചതുകൊണ്ട് വേണ്ടത്ര രീതിയിൽ പഠിക്കാൻ കഴിഞ്ഞില്ല. പരീക്ഷയ്ക്ക് പോകണമോ എന്നുകൂടി സംശയം തോന്നുന്നു എന്ന് പറഞ്ഞു. ബേബിച്ചൻ്റെ തിരക്കിട്ട ആത്മീയ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിവുള്ള പാസ്റ്ററിന് കാര്യം വേഗത്തിൽ ഗ്രഹിപ്പാനായി. ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചതിന് ശേഷം ദൈവാനുഗ്രഹ വാക്കുകളോടെ യാത്രയാക്കി. വേണ്ട വിധത്തിൽ പഠിക്കാനായില്ലെങ്കിലും അസാധ്യമായത് അത്ഭുതകരമായി സാധ്യമാക്കുന്ന ദൈവത്തിലുള്ള ആശ്രയത്താൽ വിജയിക്കുമെന്ന വിശ്വാസം തന്നിലും അപ്പോൾ ഉദിച്ചു. സന്തുഷ്ടനായി തിരുവനന്തപുരത്ത് നിന്നും തമിഴ്നാട്ടിലേക്ക് യാത്രയായി. പ്രാർത്ഥനയിൽ ബലം കൊണ്ട മനസ്സിൽ നിന്നും പരീക്ഷാഭീതി നീക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ദൈവത്തിലുള്ള പൂർണ്ണ വിശ്വാസത്താൽ ഹൃദയം സന്തോഷിക്കാനും സംഗതി വന്നു. ആ വിധത്തിൽ തീവണ്ടിയുടെ താളത്തിനൊത്ത് യാത്ര ചെയ്തിരുന്ന തൻ്റെ മനസ്സിൽ പരീക്ഷാ വിഷയങ്ങളെക്കാൾ ശക്തമായി യേശുവിനായി ജീവിക്കുന്നതിൻ്റെ ഭാഗ്യവും യേശുവോട് ചേർന്നിരിക്കുന്നതിലെ മോദവും അത് സംബന്ധിച്ച വിഷയങ്ങളുമാണ് കനം തൂങ്ങി നിന്നത്. ഈ വിധ വിചാരങ്ങളാൽ നിറകൊണ്ട് അദ്ദേഹം പരീക്ഷ എഴുതാനുള്ള അതേ പേന കൊണ്ട് പരീക്ഷാ ഹാളിലേക്കുള്ള യാത്രാമധ്യേ പരീക്ഷയ്ക്ക് മുമ്പായി തീവണ്ടിയിൽ ഇരുന്നു കൊണ്ട് ഇപ്രകാരം കുറിച്ചു പാടി: യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ, ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശു തൻ്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ,
പാളയം കോട്ടയിലെ പരീക്ഷ ഹാളിലിരുന്നപ്പോഴും പരീക്ഷയ്ക്ക് എഴുതി കഴിഞ്ഞപ്പോഴും താൻ എഴുതി മഷി ഉണങ്ങാത്ത പാട്ടിൻ്റെ വരികൾ നാവിലുണ്ടായിരുന്നു. പരീക്ഷ എഴുതി തൃപ്തിയോടെ പുറത്തു വന്നു. താമസിയാതെ പരീക്ഷാഫലം വന്നു. വിജയശതമാനം 18 മാത്രം. പക്ഷേ അതിശയമെന്ന് പറയട്ടെ, ജയിച്ചവരുടെ കൂട്ടത്തിൽ ബേബിച്ചിൻ്റെ പേരുമുണ്ടായിരുന്നു. അതെ, പരീക്ഷാഫലം അറിയും മുമ്പേ ദൈവവാക്കുകളെ വിശ്വസിച്ച് പാടിയ ഈ വിശ്വാസ ഗാനത്തിൻ്റെ രചയിതാവിൽ നിന്നും 50-ൽ പരം ഗാനങ്ങൾ നമുക്ക് കൈവന്നിട്ടുണ്ട്. എന്നാൽ ഏകദേശം 45 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഈ ഗാനമാണ് അവയിൽ മുഖ്യമെന്ന് പറയാം. കുമ്പനാട് പുഴിക്കാല കുടുംബാംഗമായ ഇദ്ദേഹം 55 വർഷങ്ങൾക്ക് മുമ്പ് മാതാപിതാക്കളോടൊപ്പം പുനലൂരിലേക്ക് മാറി താമസിച്ചു. തിരുവനന്തപുരത്ത് PWD ഓഫീസിലായിരിക്കുമ്പോൾ വിവാഹിതനായി. താമസിയാതെ പത്തനംതിട്ടയ്ക്കടുത്തുള്ള കടമനിട്ടയിൽ താമസമാക്കി. പുന്നക്കാട് മലയിൽ കുടുംബാംഗമായ പൊടിയമ്മ എന്ന ചെല്ലപ്പേരുള്ള മറിയാമ്മയെ വിവാഹം കഴിച്ചു. ഗ്ലോറി ജീസസ്. വിശ്വാസത്തിൽ അടിയുറച്ചിരുന്ന ഈ സഹോദരി 1991 കർത്തൃ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. പുന്നൂരിൽ താമസിക്കുമ്പോഴാണ് രക്ഷാനുഭവത്തിൽ വരുന്നതിനും വിശ്വാസ സ്നാനമേൽക്കുന്നതിനും ഇടയായത്. അന്ന് മുതൽ പെന്തിക്കോസ്ത് വിശ്വാസിയായി താൻ ജീവിച്ചു. 1984 സ്വന്തം ഭവനത്തിൽ ഒരു ക്രിസ്തീയ ആരാധന ആരംഭിച്ചു. പൂർണ്ണ സമയം ഫെയ്ത്ത് ഹോമിൽ താമസിച്ച് ശുശ്രൂഷ ചെയ്തു വന്ന ഹല്ലേലൂയ തൻ്റെ 3 ആൺമക്കളും 2 പെൺമക്കളും ഒക്കെ കുടുംബസ്ഥരായി. ഈ ഗാനത്തെക്കുറിച്ച് സമാധാനം മാസികയിൽ എഴുതിയത് ക്രോഡീകരിച്ച് അനുഭവം എഴുതിയ കവിത എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചതിൽ ഗാനരചയിതാവിൻ്റെ പ്രത്യേക കുറിപ്പ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. യേശുവോട് ചേർന്നിരിപ്പ് എന്ന എൻ്റെ പാട്ടിൻ്റെ 4-ാം ചരണത്തിൽ എന്ന് തീരും എൻ്റെ കഷ്ടം ഇന്നി മണ്ണിലെ എന്നാണ് പല പുസ്തകങ്ങളിലും ചേർത്ത് കാണുന്നത്. എന്നാൽ അത് അന്ന് തീരും എൻ്റെ കഷ്ടം എന്നാണ് ഞാൻ എഴുതിയത്. അതായത് ശ്രേഷ്ഠമേറും നാട്ടിൽ ശോഭയേറുന്ന വീട്ടിൽ വാസമാക്കുന്ന അന്ന് തീരും എൻ്റെ കഷ്ടം എന്ന ആശ്രയത്തിലാണ് ഞാൻ എഴുതിയത്. തുടർന്ന വരികളും അതിൻ്റെ തുടർച്ചയാകട്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇങ്ങനെയാണ്: അന്നു തീരും എൻ്റെ കഷ്ടം ഇന്നി മണ്ണിലേ, അന്നു മാറും എൻ്റെ ദുഃഖം നിശ്ചയം തന്നെ, അന്നു തൻ്റെ ശുദ്ധരൊത്തു പാടിയാർക്കുമേ, എന്നെനിക്കു സാധ്യമോ മഹൽ സമ്മേളനം. ഞാൻ ദൈവസാന്നിധ്യത്തെക്കുറിച്ച് എഴുതിയപ്പോൾ യേശുവോട് ചേർന്നിരിക്കുന്ന ഭാഗ്യത്തെക്കുറിച്ച് ഹല്ലേലൂയ ഈ ഭക്തൻ എഴുതിയത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഒരു പ്രേരണ തന്നതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തതാണ്. നമുക്ക് ദൈവസാന്നിധ്യത്തിലായിരിക്കാമേ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ സ്തോത്രം. ഏത് പ്രതികൂല ഘട്ടത്തിലും പ്രതിസന്ധി ഘട്ടത്തിലും നിന്നോട് ചേർന്നിരുന്ന് നിന്നോട് പറ്റിയിരുന്ന് ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളെ, എല്ലാ ദൈവമക്കളെയും കർത്താവേ നിന്റെ കരം അവരുടെ തലമേലൊന്ന് വെച്ചാട്ടെ. ഈശോപ്പച്ച ഇന്ന് രാവിലെ കാലം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവിൽ അവർ നിറയട്ടെ കർത്താവേ. ഓ ജീസസ്, ഹല്ലേലൂയ. നിന്റെ കൃപ ഓരോരുത്തരുടെ മേലും ചൊരിമാറണം, സഹായിക്കണം, അനുഗ്രഹിക്കണം. യേശുവോട് ചേർന്ന് ആ സാന്നിധ്യം അനുഭവിച്ച് ജീവിപ്പാൻ ഓരോരുത്തരെ സഹായിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.